ഒന്ന് വേഗം നടക്ക് ഭാഗ്യവതി. മഴ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എവിടെ എത്തണം. വേഗം നടക്കൂ. എനിക്കിനി ഒരടി പോലും നടക്കാൻ വയ്യ. ഇനിയും അവിടേക്ക് എത്ര ദൂരമുണ്ട്? നടന്ന് നടന്ന് വയ്യാതായി. ദേ ആ തൊട്ട് മുമ്പ് കാണുന്ന ഗ്രാമമാണ്. കുറച്ചുകൂടി നടന്നാൽ മതി. മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. വായോ. നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് ഒരു കുട എടുക്കാൻ. നിങ്ങൾ അതും കൊണ്ടുവന്നില്ല. ഇപ്പം മഴ തുടങ്ങിയ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം എന്താകും? മഴയ്ക്ക് മുമ്പ് നമ്മളവിടെ എത്തും പെണ്ണെ. നീ അതാലോചിച്ച് വിഷമിക്കേണ്ട. അവിടെ എത്തിയാൽ അവൾക്ക് എന്തായാലും മരുന്ന് കിട്ടും. നോക്കിക്കോ, അവൾ വേഗം സുഖപ്പെടും. നീ ഒന്ന് വേഗം നടക്കാൻ നോക്ക്. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം നടക്കുന്നത്. ദൈവമേ, എൻ്റെ കുഞ്ഞിനെ കാക്കണേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര വേഗം പോകുന്നത്. എല്ലാവരും ഉറങ്ങിപ്പോയാൽ പിന്നെ പോയിട്ടൊരു കാര്യവും ഉണ്ടാവില്ല. മരുന്നുണ്ടാക്കാൻ പോലും സമയം കിട്ടിയില്ല. അപ്പോഴേക്കും മഴ തുടങ്ങിയല്ലോ. ഒരു വിളക്ക് കത്തിക്കാൻ പോയിട്ട് എത്ര നേരമായി? നീ ഒന്നിങ്ങോട് വന്നേ. എനിക്കാകെ ഒരു കയ്യുള്ളൂ, അതുകൊണ്ട് 100 പണി ചെയ്യണം. നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കണോ അതോ നിങ്ങളുടെ സേവനം ചെയ്യണോ? ഒന്ന് പറയ്. പഴമക്കാർ പറയാറുണ്ട്, ഭർത്താവിനെ സേവിച്ചാൽ സ്വർഗം കിട്ടുമെന്ന്. അതുകൊണ്ട് മനസ്സ് വെച്ച് സേവിക്ക്. അപ്പോഴല്ലേ സ്വർഗത്തിലേക്ക് പോവാൻ പറ്റൂ. നിങ്ങളെ നരകത്തിലിട്ടിട്ട് ഞാൻ സ്വർഗത്തിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം. എന്താ നീ പറഞ്ഞത്? ഞാൻ നരകത്തിലേക്ക് പോകുമെന്നോ? വൈദ്യരെ, വൈദ്യരെ, നിങ്ങളകത്തുണ്ടോ? ആരാ അത്? ഞാൻ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. ഒന്നകത്തേക്ക് വരാമോ? ആ, വായോ വായോ. ഞങ്ങൾ മഴയിൽ ആകെ നനഞ്ഞുപോയി. വായ മോളെ, ഇവിടെ ഇരിക്കൂ. മഴയുള്ള സമയത്ത് കുട എടുക്കാൻ പാടില്ലായിരുന്നോ? ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു വൈദ്യരെ. ഇത്ര വേഗം കൊടുങ്കാറ്റും മഴയും വരുമെന്ന് ആര് കരുതി? ശരി, അത് വിട്. എന്തിനാണ് വന്നത്? ആർക്കാണിപ്പോൾ അസുഖമുള്ളത്? എൻ്റെ മകൾക്ക് തീരെ സുഖമില്ല. ദയവായി അവളെ രക്ഷിക്കൂ വൈദ്യരെ. എന്താണ് പറ്റിയത്? ഒന്ന് നോക്കട്ടെ. ആ കണ്ണൊന്ന് കാണിക്കൂ. ഓ, ഇത് കുഷ്ഠരോഗമാണല്ലോ. ഇതെങ്ങനെ വന്നു? അറിയില്ല വൈദ്യരെ. കുറച്ച് ദിവസം മുമ്പ് ഒരു വൃദ്ധയായ ഭിക്ഷക്കാരി വീട്ടിൽ വന്നിരുന്നു. അവൾ കുട്ടിയെ എടുത്തു. അടുത്ത ദിവസം മുതൽ ദേഹത്ത് പാടുകൾ വരാൻ തുടങ്ങി. നാട്ടുകാർ ഞങ്ങളെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. അവളെ ഒന്ന് സുഖപ്പെടുത്തി തരൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഇത് വലിയ അസുഖമാണ്, എളുപ്പത്തിൽ മാറില്ല. എന്റെ കയ്യിലൊരു പ്രത്യേക മരുന്നുണ്ട്, ചികിത്സിക്കാം. ആ മരുന്ന് ഒന്ന് തരൂ വൈദ്യരെ. മരുന്ന് തരാം, പക്ഷെ അതിന് നല്ല വിലയാണ്. ആ വില നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഞങ്ങൾ പെട്ടെന്ന് വന്ന കാരണം പണമൊന്നും എടുത്തിട്ടില്ല. എത്ര രൂപയാണ് മരുന്നിന്? 1000 രൂപയാണ് വില. 1000 രൂപയോ? ഞങ്ങളെ വിറ്റാൽ പോലും അത്ര പണം കിട്ടില്ല. എന്നാ പൊയ്ക്കോളൂ. പണമില്ലാത്തവർക്ക് ഇവിടെ ചികിത്സയില്ല. അങ്ങനെ പറയരുത് വൈദ്യരെ. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് വന്നത്. നിങ്ങളല്ലാതെ വേറെ ആരുമില്ല ഞങ്ങൾക്ക്. വെറും വാക്കുകൊണ്ട് കാര്യമില്ല. പണം കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഇറങ്ങൂ ഇവിടുന്ന്. കുഷ്ഠരോഗി ഇവിടെ നിന്നാൽ എന്റെ വീട് ശുദ്ധമാവും. ഈ മഴയത്ത് ഞങ്ങൾ എവിടെ പോകും? ഈ ഒരു രാത്രി ഞങ്ങൾക്ക് ഇവിടെ അഭയം തരണം. ഇല്ല, ഇറങ്ങൂ ഇവിടുന്ന്, അല്ലെങ്കിൽ ഞാൻ ആളുകളെ വിളിച്ച് തല്ലിക്കും. ശരി, തല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പോകാം. ഭാഗ്യവതി, വായോ. ഇനി ഇവിടെ നിൽക്കണ്ട. ഞങ്ങൾ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും ക്രൂരനായ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല. വൈദ്യരെ, ഒരു കാര്യം കേട്ടോളൂ. പണമില്ലാത്തതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഞങ്ങളെ പുറത്താക്കി. പക്ഷേ നിങ്ങളിത് ഓർത്തോളൂ. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. നോക്കിക്കോ. ഇറങ്ങി പോടാ. നീ എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട. നീ വിശന്ന് മരിക്കും മുമ്പ് ഞാൻ എവിടെ എത്തും നോക്കാം. ഇറങ്ങി പോടാ അവിടുന്ന്. വായോ ഭാഗ്യവതി, നല്ല തണുപ്പാണ്. ഇനി നമ്മൾ ഒരിടത്തും നിൽക്കുന്നില്ല. നമുക്ക് വേഗം പോവാൻ നോക്കാം. ഈ ഇരുട്ടുള്ള രാത്രിയിൽ നമ്മൾ എവിടെ പോകും? ഒരിടവുമില്ലല്ലോ നമുക്ക് പോകാൻ. അതെ, അസുഖമുള്ള കുട്ടിയായതുകൊണ്ട് നമ്മൾക്ക് ആരും അഭയം തരില്ല. ദേ നോക്കൂ, വയലിൻ്റെ അരികിൽ ഒരു ചെമ്മീൻ ചെടിയല്ലേ അത്? നമുക്ക് അതിൻ്റെ താഴെ നിൽക്കാം.
അവിടെയാണെങ്കിൽ നനയവുമില്ല. അതെ, അവിടെ നല്ല ഉണങ്ങിയ സ്ഥലമാണ്. മഴ പെയ്താലും മോള് നനയില്ല. വായോ. ഹാവു, ഇനി പേടിക്കാനൊന്നുമില്ല. ഇന്ന് രാത്രി നമുക്ക് ഇവിടെ അഭയം കിട്ടി. ശരിയാ, പക്ഷേ നാളെ എന്ത് ചെയ്യും? കുട്ടിയുടെ അസുഖം ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെ കാര്യം നാളെ നോക്കിയാൽ പോരെ. നീ വെറുതെ ഇതാലോചിച്ച് വിഷമിക്കണ്ട. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യിൽ? നിൽക്ക്, ഈ സഞ്ചിയിൽ കുറച്ച് അവിലുണ്ട്. ഇത് കഴിച്ചോ. കുറച്ച് വെള്ളവും കുടിക്ക്. അവലും ശർക്കരയും ഉണ്ടല്ലോ, ഇത് തന്നെ ധാരാളം. ആട്ടെ, നീയൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല, എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾ കഴിക്കി. രാത്രിയിലെ ആഹാരം കഴിഞ്ഞു. ഇനി ഒന്ന് മയങ്ങണം. ഈ സ്ഥലം ഉണങ്ങിയതാണ്. ഇവിടെ കിടന്നോ. ആരാണ് എന്റെ ചേമ്പിൻ ചെടിയുടെ താഴെ കിടന്നുറങ്ങുന്നത്? ഞങ്ങളൊരു വഴിപോക്കരാണ്. കുട്ടിയുടെ അസുഖം കാരണം ഇവിടെ അഭയം തേടിയതാണ്. ഈ ചേമ്പിൻ ചെടി എന്റേതാണ്. കുട്ടിയുടെ അസുഖം കാരണം ഇവിടെ അഭയം തേടിയതാണ്. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ മകൾക്ക് എന്തു പറ്റി? കുഷ്ഠരോഗമാണോ? അതെ അമ്മേ, വൈദ്യൻ ജയശങ്കറിന്റെ അടുത്ത് പോയിരുന്നതാണ്. പണമില്ലാത്തത് കൊണ്ട് അയാൾ മരുന്ന് തന്നില്ല. ഓ, നീ ആ ജയശങ്കർ വൈദ്യന്റെ അടുത്താണോ പോയത്? അവൻ വലിയൊരു ദുഷ്ടനാണ്. എന്ത് ചെയ്യും അമ്മേ, ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല. മോളെ, ഞാൻ നിനക്കൊരു മരുന്ന് പറഞ്ഞു തരാം. ഏത് വലിയ അസുഖവും ഇത് മാറ്റും. ഏത് മരുന്നാണമ്മേ? ദയവായി ഒന്ന് പറഞ്ഞു തരുമോ? ഈ ചേമ്പിൻ ചെടിയുടെ തണ്ടിന്റെ നീരും ഇതിന്റെ ഇലകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും ചേർത്ത് ദിവസം 3 നേരം നിന്റെ മകൾക്ക് നൽകുക. അവൾ പെട്ടെന്ന് സുഖപ്പെടും. സത്യമാണോ അമ്മേ? ഇത് നൽകിയാൽ അവൾക്ക് അസുഖം മാറുമോ? തീർച്ചയായും. പക്ഷേ എൻ്റെ ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ എപ്പോഴും ഈ ചേമ്പിൻ ചെടിയുടെ താഴെ തന്നെ താമസിക്കണം. ഞാൻ തന്നെ ഈ മരുന്ന് പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകുകയും വേണം. ശരി അമ്മേ. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ? ഇല്ല മോളെ, ഇത്ര ദൂരം വരുന്നത് എനിക്ക് പ്രയാസമാണ്. അമ്മ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ കുറച്ച് ദൂരത്താണ് മോളെ. പിന്നെ ഞാൻ തന്നെയാണ് ഈ ചെടി നട്ടതും. അതുകൊണ്ട് ധൈര്യത്തോടെ ഈ മരുന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ശേഷം വൃദ്ധ ഒരു ദൈവത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു. ദൈവമേ, ഞാൻ ഈ കാണുന്നത് നിങ്ങളൊരു മനുഷ്യനല്ലേ? പെട്ടെന്ന് തന്നെ വൃദ്ധ അപ്രത്യക്ഷമാവുന്നു. എടി ഭാഗ്യവതി, ഒന്ന് എഴുന്നേക്ക്. രാവിലെ ആയി. എന്താണ്? എന്താ പറ്റി? നേരം വെളുത്തു. നമുക്ക് എല്ലായിടത്ത് വേഗം നഗരത്തിലേക്ക് പോകണം. ഒരുപക്ഷെ അവിടെ ആരെങ്കിലും രക്ഷിക്കുമായിരിക്കും. വായോ വായോ, വേഗം പോവാൻ നോക്കാം. ഇല്ല, ഞാൻ നഗരത്തിലേക്ക് വരുന്നില്ല. നീ എന്താണ് ഈ പറയുന്നത്? ഇവിടെ നിന്ന് നമ്മുടെ കുട്ടി മരിച്ചു പോകും. നിനക്കിപ്പോൾ എന്താണ് പറ്റിയത്? എനിക്ക് സ്വപ്നത്തിലൊരു മരുന്ന് കിട്ടി. ഒരു വൃദ്ധ എനിക്ക് പറഞ്ഞു തന്നതാണ്. അതവൾക്ക് നൽകണം. സ്വപ്നത്തിൽ കിട്ടിയ മരുന്നോ? അതെന്ത് മരുന്നാണപ്പാ? ഈ ചേമ്പിൻ്റെ മരത്തിൻ്റെ തണ്ടിൻ്റെ നീരും ഇലയിലെ വെള്ളവും ചേർത്ത് 3 നേരം നൽകണം. അവൾ വേഗം സുഖപ്പെടും. നിനക്ക് വട്ടായോ? ചേമ്പിൻ ചെടിക്ക് രോഗം മാറ്റാൻ പറ്റുമോ? ചേമ്പിൻ ചെടിയിൽ നിന്ന് എന്ത് നീര് വരാനാണ്? ഇത് സാധാരണ ചേമ്പിൻ മരമല്ല. ആകാശത്തിലെ ചന്ദ്രൻ്റെ ലോകത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഹാ, എനിക്ക് മനസ്സിലായി. മഴ നനഞ്ഞ് നിനക്ക് ഭ്രാന്ത് പിടിച്ചതെന്ന് തോന്നുന്നു. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. കുറച്ച് വെള്ളം എടുത്തതാ. ഭർത്താവ് വെള്ളം നൽകുന്നു. പിന്നീട് അവർ കുട്ടിക്ക് മരുന്ന് കൊടുത്ത ശേഷം, ഭാഗ്യവതി, നോക്കൂ, കുട്ടിയുടെ ദേഹത്തെ പാടുകളെല്ലാം മാറുന്നു. ഓ, ഇത് അത്ഭുതം തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ആ മരുന്ന് ഫലിച്ചു. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. സ്വപ്നത്തിൽ ഒരു വൃദ്ധ വന്ന് പറഞ്ഞുവെന്നോ? അതെ, അവരെ കാണാൻ ഒരു ദൈവിക രൂപമായിരുന്നു. പാവപ്പെട്ടവർക്ക് ഇത് സൗജന്യമായി നൽകാൻ അവർ പറഞ്ഞു. എങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. ഞാൻ ഗ്രാമത്തിൽ പോയി എല്ലാം വിട്ടിട്ട് വരാം. ഇവിടെ സ്ഥലം വാങ്ങി നമുക്ക് ഇവിടെ വീട് വയ്ക്കാം. അതെ, ആരും നമ്മളെ പുറത്താക്കാത്ത ഒരു സ്ഥലം എനിക്ക് വേണമായിരുന്നു. നിങ്ങൾ പോയിട്ട് വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചു വാ.
5 ദിവസമായി. എനിക്കിതെന്തു പറ്റി? ഒരാൾ പോലും വരുന്നില്ലല്ലോ. രോഗികൾ ഗ്രാമം വിട്ടു പോയോ ഇനി? അസുഖമൊന്നും പോയിട്ടില്ല വൈദ്യരെ, പക്ഷെ ആളുകൾ വേറെ ഒരിടത്തേക്കാണ് ഇപ്പൊ പോകുന്നത്. വേറെ എവിടെ? ആരാണ് എനിക്ക് പകരം വന്ന വൈദ്യൻ? ഗ്രാമത്തിനടുത്തുള്ള ചേമ്പങ്കാട്ടിൽ ഒരു ദമ്പതികൾ വീട് വെച്ചിട്ടുണ്ട്. അവർ സൗജന്യമായി മരുന്ന് നൽകുന്നു. എല്ലാവരും ഇപ്പൊ അവിടെയാണ് പോകുന്നത്. നീ എന്താണ് ഈ പറയുന്നത്? അന്ന് ആ മകൾക്ക് അസുഖം വന്നവരാണോ അവർ? ആ അതെ വൈദ്യരെ, അവർ തന്നെ. ഇതെനിക്ക് വലിയ ആപത്തായല്ലോ. ഞാൻ മരുന്ന് വിറ്റ് എത്ര പണം ഉണ്ടാക്കിയതാണ്. അവർ കാരണം ഞാൻ നശിച്ചുപോയി. എല്ലാം ദൈവത്തിന്റെ കളി തന്നെയാണ് വൈദ്യരെ. നിങ്ങൾ പണമില്ലെന്ന് പറഞ്ഞ് ആരെ പുറത്താക്കിയോ അവർ നിങ്ങളുടെ കച്ചവടം നശിപ്പിക്കുന്നു. പിന്നെ വൈദ്യരെ, എന്റെ കാതിനൊരു പ്രശ്നമുണ്ട്. കുറച്ച് മരുന്ന് തരുമോ? ഡാ, നീ പണം എടുത്തിട്ടുണ്ടോ? എന്തു പണം? എല്ലാവരും ആ പുതിയ ദമ്പതികളുടെ അടുത്താണ് പോകുന്നത്. നിങ്ങളുടെ പായം കൊണ്ട് ഞാനെങ്കിലും ഇങ്ങോട്ട് വന്നു. പോടാ, നീയും അവരുടെ അടുത്തേക്ക് തന്നെ പൊക്കോ. ഇറങ്ങ അവിടുന്ന്. പറയൂ, നിനക്ക് എന്താണ് പ്രശ്നം? എനിക്ക് കുട്ടികളില്ല ചേച്ചി. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നു. പേടിക്കേണ്ട, ഞാൻ നിനക്ക് മരുന്ന് തരാം. ഇത് കഴിച്ചാൽ നിനക്ക് ചന്ദ്രനെ പോലെ സുന്ദരനായൊരു മകൻ ജനിക്കും. ഇതാ. ചേച്ചി, ഇത് എൻ്റെ വക ചെറിയൊരു സമ്മാനമാണ്. പണമോ? വേണ്ട, ഞാൻ മരുന്നിന് പണം വാങ്ങാറില്ല. ഇത് തിരികെ എടുക്കൂ. പണമില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെ നടക്കും? എൻ്റെ ഭർത്താവ് കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന് അത് ധാരാളം മതി. എത്ര നല്ല മനുഷ്യരാണ് നിങ്ങൾ. ജനങ്ങളെ ഇങ്ങനെ സഹായിക്കുന്നുണ്ടല്ലോ. ആ പിശാച് വൈദ്യന് നോക്കൂ, അവൻ ഞങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുകയാണ്. ഒരു കാലത്ത് ഞങ്ങളും വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. വൈദ്യൻ ഞങ്ങളെ പുറത്താക്കി. അന്നാണ് ഞാൻ തീരുമാനിച്ചത്, പണത്തിനു വേണ്ടി ആരെയും തിരിച്ചയക്കില്ല എന്ന്. ചേച്ചി, നിങ്ങൾ ചെയ്യുന്ന ഈ സേവനം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഒരുപാട് നന്ദി. ഡീ, നീ എവിടെ പോയതാണ്? നീ എവിടെയായിരുന്നു ഇത്ര നേരം? കുറച്ച് ദിവസമായി നിങ്ങൾ ആകെ വിഷമത്തിലാണല്ലോ. പിന്നെ വിഷമിക്കാതിരിക്കുമോ? ആ ദേവും ഭാര്യയും എന്നെ നശിപ്പിച്ചു. അവർ സൗജന്യമായി മരുന്ന് നൽകുന്നതുകൊണ്ട് ആരും എന്റെ അടുത്തേക്ക് വരുന്നില്ല. അതെന്തായാലും നിങ്ങൾക്ക് നല്ലതല്ലേ. രോഗികളെ നോക്കി നോക്കി നിങ്ങൾ തളർന്നിരിക്കുകയല്ലേ. ഇനി കുറച്ച് വിശ്രമിക്കാം. വെറുതെ വിശ്രമിച്ചാൽ വയറ് നിറയും അതിന്റെ. ഞാനൊരു വൈദ്യനാണ്, എനിക്ക് വരുമാനം വേണം. അവർ എന്നെ വഴികളെല്ലാം അടച്ചു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? നീ ഒരു കാര്യം ചെയ്യണം. അവിടെ പോയി അവർ എങ്ങനെയാണ് ഇത്രയും വലിയ അസുഖങ്ങൾ ചികിത്സിക്കുന്നതെന്ന് നോക്കണം. ആ രഹസ്യം അറിഞ്ഞാൽ എനിക്കും ആ മരുന്ന് വിൽക്കാം. എന്തായാലും ശരി, ഞാൻ നാളെ തന്നെ അവിടേക്ക് പോകാം. മോളെ, ഈ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? അമ്മായി, അതറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ചുമ്മാ അറിയാൻ വേണ്ടിയാണ്. അറിവില്ലാതെ മരുന്ന് കഴിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒന്നും നൽകില്ല. നിങ്ങൾ ഇത് വിശ്വസിച്ചു കഴിച്ചോ. എങ്കിലാ മരുന്നിന്റെ പേരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഈ ചേമ്പിൻ മരത്തിൽ നിന്നാണ് മരുന്നുണ്ടാക്കുന്നത്. അത് മാത്രം അറിഞ്ഞാൽ മതി. എങ്കിൽ ശരി, ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ഇനി ഞാൻ പോകട്ടെ. വൈദ്യന്റെ ഭാര്യ വീട്ടിലെത്തിയ ശേഷം വൈദ്യനോട് നടന്ന കാര്യങ്ങളൊക്കെ എന്ത്? ആ ചേമ്പിന്റെ ചെടിയിൽ നിന്നാണോ അവർ മരുന്നുണ്ടാക്കുന്നത്? അതെ, ആ സ്ത്രീ തന്നെ പറഞ്ഞതാണ്. ആ മരം വളരെ വിലപ്പെട്ടതാണ്. എങ്കിൽ ആ ചെടി പുഴക്കിക്കൊണ്ട് വരാൻ നമുക്ക്. വേണ്ട വേണ്ട, മോഷണം വലിയ പാപമാണ്. ആ മരത്തിന്റെ വേരുകൾ പാതാളം വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ആർക്കും പിഴുതെടുക്കാൻ കഴിയില്ല. ശരി, മോഷ്ടിക്കാൻ കഴിയില്ലെങ്കിൽ അതിനെ നശിപ്പിക്കാമല്ലോ. ആ മരം നശിച്ചാൽ അവരുടെ വൈദ്യം അവസാനിക്കും. ആളുകൾ വീണ്ടും എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങും. നിങ്ങൾ എങ്ങനെ നശിപ്പിക്കും? ആരാണത് മുറിക്കുക? മുറിച്ചാൽ അത് വീണ്ടും വളരും. ഞാൻ അതിനെ വേരോടെ കൊല്ലും. നോക്കിക്കോ നീ. ദൈവമേ, ഇതെന്താണ്? ഇത് വിഷമാണ്. ഇതുപയോഗിച്ച് ഞാൻ എന്റെ ശത്രുക്കളെ നശിപ്പിക്കും. വൈദ്യൻ രാത്രിയിൽ രഹസ്യമായി ചെന്ന് ചെടിയുടെ ചുവട്ടിൽ വിഷമൊഴിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ അയ്യോ,
എന്റെ സർവവും പോയി, എല്ലാം അവസാനിച്ചു. ഇതെങ്ങനെയാണിത് പറ്റിയത്? ഭാഗ്യവതി, എന്തു പറ്റി? രാവിലെ തന്നെ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ദേ നോക്ക്, നമ്മുടെ ചേമ്പിൻ മരത്തിന് എന്തു പറ്റി? ആരോ ഇതിന് ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? നീ ആരോടെങ്കിലും പണം ചോദിച്ചോ? പണം ചോദിച്ചുകൊണ്ടാണോ ഇനി മരം കരിഞ്ഞു പോയത്? ഇല്ല, ഞാൻ ആരോടും പണം വാങ്ങിയിട്ടില്ല. എല്ലാവരെയും സഹായിച്ചു. എന്നിട്ടും എന്റെ മരം നശിച്ചു. ഇനി ഞാൻ എവിടെ പോകും? സാരമില്ല ഭാഗ്യവതി, നമുക്ക് അകത്തേക്ക് പോകാം. നീ കരയണ്ട. ഇല്ല, ഞാൻ വരില്ല. ആരാണിത് ചെയ്തതെന്നറിയാതെ ഞാൻ ആഹാരമോ വെള്ളമോ കഴിക്കില്ല. ഇതെനിക്ക് വെറുമൊരു മരമല്ലായിരുന്നു. അയ്യോ, ഞാൻ ചത്തുപോകുമല്ലോ. ഏയ്, നീ എവിടെയാണ്? ഒന്ന് വായോ വേഗം. എന്തു പറ്റി നിങ്ങൾക്ക്? എന്തിനാണ് ഇങ്ങനെ ഒച്ച വെക്കുന്നത്? എനിക്ക് നല്ല പനിയുണ്ട്. എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. അയ്യോ, നിങ്ങളുടെ ദേഹത്ത് ഇതെന്താണ് ഈ പാടുകളൊക്കെ? എന്തു പാടുകൾ? എവിടെ? ദേഹം മുഴുവൻ വല്ലാത്ത കുരുക്കളും പാടുകളും വന്നിരിക്കുന്നു. ദൈവമേ, ഇത് കുഷ്ഠരോഗമാണല്ലോ. എനിക്ക് കുഷ്ഠമോ? ഇതെങ്ങനെ സംഭവിച്ചു ദൈവമേ? നിങ്ങൾ ആ ചേമ്പിന്റെ മരത്തിൽ വിഷം ഒഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അയ്യോ, എന്റെ കയ്യിൽ ഇതിന് മരുന്നില്ല. എന്റെ മരുന്നുകളൊന്നും ഫലിക്കില്ല. എനിക്ക് ആ ദേവിന്റെ വീട്ടിൽ പോകണം. ആ സ്ത്രീക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. എത്ര വലിയ ക്രൂരതയാണിത്! ആരാണ് ഈ ഔഷധമരം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത്? അതെ ചേട്ടാ, എന്റെ എല്ലാം അവസാനിച്ചു. ഇത് നിങ്ങളുടെ നഷ്ടം മാത്രമല്ല, ഈ ഗ്രാമത്തിന്റെ മുഴുവൻ നഷ്ടമാണിത്. ഇനി വീണ്ടും ആ പിശാച് വൈദ്യന്റെ അടുത്ത് പോകേണ്ടി വരുമല്ലോ ദൈവമേ. അയ്യോ, ആരെങ്കിലും ഉണ്ടോ? എന്നൊന്ന് രക്ഷിക്കണേ. ആ, ഇപ്പൊ പറഞ്ഞുള്ളൂ. നോക്കൂ, വൈദ്യൻ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തു പറ്റി വൈദ്യരെ? മോളെ, എനിക്ക് ആ ചേമ്പിന്റെ ചെടിയുടെ മരുന്നൊന്ന് തരൂ. എനിക്ക് കുഷ്ഠം വന്നിരിക്കുന്നു. അല്ല, നിങ്ങൾക്ക് എങ്ങനെ കുഷ്ഠം വന്നു? ഞാൻ നുണ പറയുന്നില്ല. ആ മരം നശിപ്പിച്ചത് ഞാനാണ്. അതിന്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയതും. എടാ കള്ളക്കിളവാ, നീയാണോ അപ്പോൾ ഇത് ചെയ്തത്? ദുഷ്ട, ഇവനെ തല്ലി ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കൂ. അടിക്കല്ലേ ദയവേത്, എന്നെ രക്ഷിക്കൂ. ഒരു തുള്ളി മരുന്ന് എനിക്ക് തരൂ. നിങ്ങളെ രക്ഷിക്കാനുള്ള വഴി നിങ്ങൾ തന്നെ അടച്ചു കളഞ്ഞു. അസൂയമൊത്ത് നിങ്ങൾ ആ മരത്തെ കൊന്നു. അതുകൊണ്ടിനി മരുന്നില്ല. നിങ്ങൾ ഈ രോഗം അനുഭവിച്ച് തന്നെ മരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങി പോക്കോ നീ. ഇനി മേലാൽ ഈ ഗ്രാമത്തിൽ നിന്ന് കണ്ടുപോകരുത്. ശരി, ഞാൻ പോകുന്നു. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാണിത്. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നവർക്ക് ഒരിക്കലും നല്ലത് വരില്ല.